മത്സരോട്ടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബസ്സാര മത്സരോട്ടം എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ കൊല്ലാൻ പോണവരാണ് അവർ വണ്ടി കൊണ്ട് പോണത്. അവരൊരു മേഴ്സി ഇല്ല, റോട്ടിലുള്ള മറ്റേ റൂൾസ് ഒന്നും അവർ നോക്കണില്ല. അവർക്ക് തോന്നിയ പോലെ ഒരു റൈഡ് അങ്ങനെ എടുക്കുന്നു, ആൾക്കാരെ പേടിപ്പിക്കുന്നു, ഹോണടിച്ച് പേടിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആൾക്കാർക്ക് പരിക്കുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ആൾക്കാരെ ഡിപ്രഷനിലായി വല്ല ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു ഇത് വരണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു എന്തെങ്കിലും ഒരു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ അതിന് അർഹതപ്പെട്ട ആൾക്കാരെ ഇടപെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ കൂടുതൽ പേര് മരിക്കൂടാ. അത് തന്നെ അതിൻ്റെ ഡെത്ത് റേസ് എന്നൊരു സംഭവമാണ്, ആ കൺസെപ്റ്റിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്, വേറെ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. MVD ഒക്കെ കാര്യക്ഷമമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം MVD കാര്യക്ഷമമാണ്, മറ്റുള്ളവരെ പിടിക്കാനായിട്ട് MVD കാര്യക്ഷമമാണ്. മറ്റുള്ള ഈ സാധാരണക്കാരെ എല്ലാവരെയും പിഴിയാൻ വേണ്ടി അവർ ഓക്കെയാണ്. അല്ലാണ്ട് വേറെ ഇതുവരെ ഒരു ഉപകാരമായിട്ട് ആയിരിക്കും. നമ്മളിവിടെ തന്നെ ഈ സൊസൈറ്റി ജീവിക്കുന്ന ആൾക്കാരല്ലേ, ഇന്നവരെ നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ ആലോചിച്ച് ചോദിക്കാൻ എന്തായിരിക്കും സംഭവം. ഇന്നവരെ അങ്ങനെ ഒരു റൂൾ ഇവിടെ ഇറക്കിയിട്ടില്ല. അവർക്ക് ചിലപ്പോൾ 2 ദിവസത്തെ 3 ദിവസം സസ്പെൻഷൻ കൊടുക്കും. അല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലി അവിടെ വേറെ ജോലി കൊടുക്കും. എന്നിട്ട് 2 ആഴ്ച അവിടെ നിർത്തും. അത് കഴിഞ്ഞാൽ അവർ പിന്നെ സർവീസിൽ കയറും. അപ്പോൾ ഇത് തന്നെ കാണിക്കണം. വേറെ ഒരു നമ്മുടെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കൂടി കർശനമാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ. ഇതിപ്പോൾ പോലീസുകാരെല്ലാ ജംഗ്ഷനിൽ നിൽക്കണല്ലേ, അവർ കൺട്രോൾ ചെയ്താൽ പോരെ. ഇത് അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവർ മറ്റു ബസ്സുകാർക്ക് തരമാണ്, അവരവരുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുന്നത്. അത്ര തന്നെ. പേടിയുണ്ടോ വണ്ടിയൊക്കെ ആയിട്ട് റോഡിലേക്ക്? പേടിച്ചിട്ട് കാര്യമില്ല ബ്രോ. ജീവിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എല്ലാവരും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അവരാരും പ്രതികരിക്കാൻ പോകാതെന്ന് വെച്ചാൽ കേസ് കാര്യങ്ങൾ നമുക്ക് ഡെയിലി തന്നെ നമ്മുടെ വേജസ് തന്നെ ഒരു കണക്കിനാണ് ഇവിടെ നിന്ന് ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ സാമ്പത്തിക കുറവായ ആൾക്കാർ തല്ലുപിടിക്കാൻ പോകില്ല. അതാണ് സംഭവം. വേറെ ഒന്നും ആയിരിക്കും. ഇതല്ല, പരമാവധി ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സിറ്റി കുറച്ചും കൂടി ബെറ്റർ ആവും. അതാണ് പറയാനുള്ളത്.